ശ്രീ PM നിയാസ്, അങ്ങേക്ക് പ്രതികരിക്കാം. അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞത് അങ്ങ് കേട്ട് കാണും, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞതും അങ്ങ് കേട്ട് കാണും. ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല, അങ്ങേക്ക് പ്രതികരിക്കാം. കാര്യം ഇനി കഷ്ടിച്ച് അരമണിക്കൂറേ ഉള്ളൂ. നോക്കൂ, രാംകുമാർ സാർ പറഞ്ഞതിൽ എന്തർത്ഥമാണുള്ളത്? NDA എന്നാണ് പറഞ്ഞിട്ടാണ് മത്സരിക്കുന്നത് കേരളത്തിൽ. ആരാ കൂടെയുള്ളത്? BDJS. പിന്നെ എത്ര പാർട്ടികളുണ്ട്? അപ്പോൾ ആ പാർട്ടികളൊന്നും ഇല്ലാതെ എന്തുകൊണ്ട് BJPക്ക് മത്സരിക്കാൻ കഴിയുന്നില്ല? ഇപ്പോൾ തിരുവനന്തപുരത്ത് വരെ മത്സരിച്ച് ജയിച്ചത് NDAയുടെ പേരിലാണ്. അപ്പോൾ NDAയുടെ പേരിൽ BDJS എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വം നൽകുന്ന മുന്നണിയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ BJP പേരിലല്ല, NDAയുടെ പേരിലാണ്. UDFിൻ്റെ സഖ്യകക്ഷികളാണ് മുസ്ലിം ലീഗും അതുപോലെ മറ്റ് ഒട്ടനവധി കക്ഷികളുമുണ്ട്. അവിടെ മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ട് താങ്കൾക്ക് എന്താണ് ചൊറി വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച പാർട്ടിയാണ്, അംഗീകാരമുള്ള പാർട്ടിയാണ്. ആ അംഗീകാരമുള്ള പാർട്ടി മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശത്ത് കൂടുതലുണ്ട്. അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിൽ 33 സീറ്റും UDF പിടിച്ചപ്പോൾ അത് മുസ്ലിം ലീഗ് മാത്രമല്ല, കോൺഗ്രസ് ഉണ്ട്, മറ്റ് ഘടകകക്ഷികളുണ്ട്. അപ്പോൾ കോൺഗ്രസും ഘടകകക്ഷികളും ഒക്കെ ഉള്ള പാർട്ടി ഭരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് 28 സീറ്റിൽ 28 സീറ്റിൽ 14 സീറ്റ് കോൺഗ്രസിനും 13 സീറ്റ് മുസ്ലിം ലീഗിനും 1 സീറ്റ് സ്വതന്ത്രനുമാണ്. അപ്പോൾ അതിലെന്ത് തെറ്റാണുള്ളത്? അപ്പോൾ ഇവിടെ പറഞ്ഞു വരുമ്പോൾ എന്താണ് കോഴിക്കോട് പോട്ടെ, കണ്ണൂർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മുസ്ലിം ലീഗ് ശക്തി അത്ര വലിയ ശക്തിയല്ല പോലും എന്ന് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ പോലും അവിടെയും നമ്മൾ ജയിച്ചിട്ടില്ലേ? അപ്പോൾ കോൺഗ്രസും UDFും ജയിച്ചാൽ അത് STP ആണ്, അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആര് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയാണെന്ന്? നേതാക്കന്മാർ പറഞ്ഞല്ലോ. ഞങ്ങൾ കഴിഞ്ഞ 2019 ശേഷം മാത്രമാണ് നമ്മൾ ഇവിടെ UDFുമായി അല്ലെങ്കിൽ കോൺഗ്രസുമായി ഞങ്ങൾ വോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ LDFിനൊപ്പമായിരുന്നു. ഇപ്പോൾ STPI, എൻ്റെ ജില്ലയിൽ എത്ര സ്ഥലത്ത് STPIയുടെ പിന്തുണ CPMനുണ്ട്? അപ്പോൾ നിങ്ങൾ ഈ വർത്തമാനം കേട്ടാൽ വിചാരിക്കും STPIയും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണ് മറുഭാഗത്തുള്ളത്. ഇങ്ങനെ അന്ധമായ ഒരു മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ താങ്കളെ പോലെയുള്ള ഒരു പരമോന്നത നീതിപീഠത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നൊക്കെ ഇത്രയും മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശം ഉണ്ടായത് എനിക്ക് വളരെ വേദന തോന്നുകയാണ്. ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. ഞാനൊരു കാര്യം പറയാം. കോഴിക്കോട് കോർപ്പറേഷനിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ UDF ഒറ്റയ്ക്കാണ് പോരാടുന്നത്. അവിടെ എവിടെയാണ് STPI ഉള്ളത്? STPI വേറെ മത്സരിക്കുകയാണ്. മലപ്പുറം ജമാഅത്തെ ഇസ്ലാമി വേറെ മത്സരിക്കുകയാണ്. മുക്കത്ത്. അല്ല, സാറേ ഒന്ന് ഇടപെട്ടോട്ടെ സാർ, ഒരു കാര്യം ഒന്ന് പറഞ്ഞു. ഒരു നിമിഷം എന്റെ സ്വന്തം മുനിസിപ്പാലിറ്റിയില് UDF സ്ഥാനാർത്ഥിയായി 3-ാം വാർഡിലും 13-ാം വാർഡിലും മത്സരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിമാരാണ്. ഒന്നുകൂടി പറഞ്ഞോ. അങ്ങ് അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ 3-ാം വാർഡിലും 13-ാം വാർഡിലും മത്സരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായ 2 വ്യക്തികളാണ്. UDF സ്ഥാനാർത്ഥികളായി ആ പോസ്റ്റർ ഞാൻ കാണിക്കാൻ വേണമെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഞാനൊരു കാര്യം പറയാം. താങ്കൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയെ കുറിച്ചാണോ പറയുന്നത്? അതെ. ആണോ? ആണോ? 3-ാം വാർഡും 13-ാം വാർഡും ഞാൻ പറയട്ടെ. UDF 79 മുനിസിപ്പാലിറ്റികൾ വിജയിച്ചിട്ടുണ്ട്. 1241 അംഗങ്ങൾ വിജയിച്ചിട്ടുണ്ട്. താങ്കൾ ഒരു മുനിസിപ്പാലിറ്റിയിലെ ഏതോ ഒരു സ്ഥലത്ത് മുസ്ലിം ലീഗ് കാലങ്ങളായി ഭരിക്കുന്ന ഞാൻ ജീവിക്കുന്ന എന്റെ മുനിസിപ്പാലിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. അത് VD സതീശൻ അംഗീകരിച്ചിട്ടുള്ള പിന്നെ അങ്ങേക്ക് അംഗീകരിക്കാൻ മടി. അങ്ങ് സംസാരിക്കും. ഒരു മിനിറ്റ്. അങ്ങ് ഷോണിനെ പോലെയുള്ള ഒരു വ്യക്തി അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടായിരുന്നത് അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ളത് കൊണ്ടല്ല. ജനാധിപത്യം ഞാൻ അങ്ങ് പറഞ്ഞതിനെ ഞാൻ അങ്ങയുടെ എല്ലാ ബഹുമാനത്തോടു കൂടി തന്നെ അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ളത് കൊണ്ടല്ല അദ്ദേഹം മിണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണെന്ന് അങ്ങ് അംഗീകരിക്കേണ്ട. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് ശ്രീ ഷോൺ ജോർജ് പ്രതികരിക്കും. തുടരാം ശ്രീ PM നിയാസ്.
നോക്കൂ 79 മുനിസിപ്പാലിറ്റികളിൽ ഞങ്ങൾ ഭരിക്കുന്നുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നുണ്ട്. അതുപോലെ മുനിസിപ്പാലിറ്റികളാണെങ്കിൽ 54 മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ ഭരിക്കുന്നുണ്ട്. ആ ഭരിക്കാനുള്ള വോട്ടവകാശം ഞങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികൾ നീക്കുപോക്കോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇടപാടോ ഉണ്ടെങ്കിൽ അത് വെച്ച് മൊത്തം കേരളത്തിലെ 1458 മുനിസിപ്പാലിറ്റിയിലേക്ക് ഞങ്ങൾ ജയിച്ച ജയസാധ്യതയും അത് അവരുടെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമുണ്ടോ? STPI ഞാൻ വെല്ലുവിളിയോട് പറയും, STPIയുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുമായി ഞങ്ങളുണ്ടോ? LDF ഉണ്ടല്ലോ, എൻ്റെ ജില്ലയിലുണ്ടല്ലോ LDF. അപ്പോൾ STPയും വെൽഫെയർ പാർട്ടിയുമായി ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ എൻ്റെ ചുമതല നേരത്തെ ഉണ്ടായിരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങേ കാണിച്ചു തരുമ്പോൾ അങ്ങ് നിൽക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നു, അങ്ങ് കുളത്തിലെ തവളയാകരുത്, ഒന്ന് കേരളം മുഴുവൻ അങ്ങ് നടക്കണം, അന്ന് പോയിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ നടത്തുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് പോയി നോക്കണം. അവിടെയാണ് ഞങ്ങൾ അങ്ങയുടെ വലിയ ഈ ഫാനലിസ്റ്റായി BJPക്ക് വേണ്ടി സംസാരിക്കുന്ന രാംകുമാർ പറഞ്ഞാണ് ഞാൻ മറുപടി പറഞ്ഞത്. പിന്നെ ഒരു കാര്യം അങ്ങ് പറഞ്ഞത്, ഞാൻ ചോദിക്കണം, അങ്ങയുടെ വർത്താനം കേട്ടാൽ വിചാരിക്കും ഈ 1299 വോട്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ മാത്രം ജയിച്ച BJPയാണ് 8021 വോട്ട് സീറ്റുകൾ ജയിച്ച UDFിനെക്കാളും നേട്ടമുണ്ടാക്കിയെന്ന് അങ്ങ് പറഞ്ഞാൽ ഞാൻ അങ്ങയോട് എന്ത് പറയാനാ? UDFിൻ്റെ ഭരണം 340 നിന്നും 505 ആയപ്പോൾ വെറും 6 എണ്ണം മാത്രം വർദ്ധിപ്പിച്ച BJPയുടെ നേട്ടമാണ് അങ്ങ് എടുത്തു കാണിക്കുന്നത്. എനിക്ക് അങ്ങയെക്കുറിച്ച് ഒന്നും പറയാനില്ല. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരിൽ 37 ഞാൻ അങ്ങയിലേക്ക് തിരിച്ചെത്താം. കാരണം ഈ തലസ്ഥാനത്തെ വിജയാഹ്ലാദ റാലി അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. ഒരു നിമിഷം അതൊന്ന് പ്രേക്ഷകരെ കാണിച്ച ശേഷം ചെറിയൊരു ഇടവേള, അത് കഴിഞ്ഞ് മറ്റു അതിഥികളിലേക്കും വരാം.